അടുത്ത് വിളിച്ച് ചോദിച്ചു എന്താണ്. പക്ഷെ അവർ ഈ പെല്ലറ്റിലാണ് ചെയ്യുന്നത്. പെല്ലറ്റിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ പറയുന്നത് പെല്ലറ്റിൽ 20 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ഇട്ട് ഒന്ന് കുഴച്ചിട്ട് ചെയ്താൽ മതി, സ്റ്റീം ചെയ്യണ്ട എന്നൊക്കെയാണ് അവരുടെ അവകാശവാദം. അത് പെല്ലറ്റ് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള പെല്ലറ്റ് ആണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ വെള്ളം വെള്ളം ഒഴിക്കുന്ന സ്റ്റെറിലൈസ് ആയിട്ടുള്ള വെള്ളം ഒഴിക്കുന്നു അത്രേ ഉള്ള കൺസെപ്റ്റ്. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം ആൾറെഡി സ്റ്റെറിലൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വെള്ളം ഒഴിച്ചാൽ അത് നശിക്കുമോ? അതിനകത്ത് ട്രൈക്കോഡർമ വളർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ് ഒക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ചാൽ അത് നശിക്കുമെന്ന് അവരോട് ചോദിച്ചോ? അത് ചോദിച്ചില്ല കേട്ടോ. അത് ചോദിച്ചു നോക്ക്. കാരണം നമ്മൾ മേടിച്ച പെലറ്റ് ഉണ്ടായി വന്ന പെലറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം അതിനകത്ത് കയറാലോ. ഇപ്പോൾ ഓൾഡ് സ്റ്റോക്ക് ആവാം. ഇപ്പം കുറേ പഴകിയ ഇതിനകത്താണെങ്കിൽ അതിനകത്ത് ഈർപ്പമൊക്കെ എവിടെയും കൂടെയൊക്കെ കയറാം. ഇവരെന്തായിരുന്നാലും സീലൊന്നും അല്ലല്ലോ ചെയ്തേക്കുന്നത്, നൂല് വെച്ച് ഇത് ചെയ്തേക്കല്ലേ, സ്റ്റിച്ച് ചെയ്തേക്കല്ലേ. അപ്പൊ ആ ഹോൾസ് വഴി കയറാമല്ലോ ഈർപ്പം. അപ്പൊ ഈർപ്പവും കയറാം, കണക്ക് ട്രൈക്കോഡർമയും അതും ഇതുമൊക്കെ അതിനകത്ത് കയറാം. അപ്പോ അവര് വന്നിട്ട് പറഞ്ഞത് ചേച്ചിയുടെ അവിടെ അവര് വന്ന് എന്റെ ഫാം കണ്ടിട്ടുണ്ട് ഒരിക്കൽ. അപ്പോ ചേച്ചിയുടെ അവിടെ അങ്ങനെ നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ മോശമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു പഴയ കെട്ടിടത്തിലാണ് വീടുണ്ട്, പഴയ വീടുണ്ട്. അപ്പൊ ആ കെട്ടിടത്തിൽ വെച്ചിട്ടാണ് ഈ കോൺ ഇടുന്നത്. അവിടുന്ന് ഞാൻ കാറ്റിന് വേണ്ടി ടേബിൾ ഫാൻ ഉപയോഗിക്കും. അപ്പോ ഉപയോഗിക്കല്ലേ ടേബിൾ ഫാൻ ഉപയോഗിക്കല്ലേ. വിത്ത് ഇടുന്ന സമയത്ത് ഒന്നും സ്റ്റേഗ്നന്റ് ആയിട്ടുള്ള എയർ കോളം വേണം. ഞാനത് വിത്തിടുന്ന സമയത്ത് ഈ ടേബിൾ ഫാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്ന് ആകാം. ചിലപ്പോ അവിടത്തെ പഴയ നമ്മൾ സാധാരണ ഈ വിത്തൊക്കെ ഫോറിനേഴ്സ് ഇടുന്നത് ലാമിനാർ എയർ ചേമ്പറിൽ വെച്ചിട്ടാണ്. അതായത് ബാഗിനകത്ത് പോലും വിത്തിടുന്നത് അവരങ്ങനെയാണ്. നമ്മൾ സാധാരണ വിത്ത് ഉണ്ടാക്കുന്ന പോലെ. അപ്പൊ നമ്മൾ ഫാനൊക്കെ ഇട്ട് കൊടുത്താൽ കണ്ടാമിനേറ്റഡ് എയർ വെളിയിൽ നിന്ന് അടിച്ചകത്തോട്ട് കയറല്ലേ. ഓ, അങ്ങനെ ആകാമെന്നും. അങ്ങനെ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ നമ്മുടെ എന്റെ ഫാമിൽ. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. കാരണം ഞാൻ അത്രയും വൃത്തിയായിട്ടാണ് ഫാം സൂക്ഷിക്കുന്നത്. ഏത് സമയത്താണ് ഇതില് കണ്ടാമിനൻസ് കയറുന്നത്? ഏത് സ്റ്റേജിലാണ്? അതായത് ആദ്യത്തെ 2-3 ദിവസത്തിനകം തന്നെ കണ്ടാമിനൻസ് നോട്ട് ചെയ്യുന്നുണ്ടോ? ഡാർക്ക് റൂമിൽ വെക്കുന്ന സ്റ്റേജ് ഉണ്ട്. ഡാർക്ക് റൂമിൽ ഒരു ആദ്യം നല്ല മൈസീലിയം വരും. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം ആവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എന്നിട്ട് ഈ മൈസീലിയത്തിനെ ഇത് ഓവർകം ചെയ്തു പോവോ? അപ്പൊ വിത്ത് എവിടെ നിന്നാണ് മേടിക്കുന്നത്? അത് കഴിഞ്ഞ് കാർഷിക കോളേജിൽ നിന്ന് മാറ്റി. ഞാൻ കാർഷിക കോളേജിലോട്ട് മാറ്റി. അപ്പോഴും ഈ വെള്ളായണി കാർഷിക കോളേജ് ഞങ്ങൾക്ക് അടുത്താ. മൈസീലിയത്തിന്റെ ഗ്രോത്ത് ഒക്കെ എങ്ങനെയാണ്? സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് ആണ്. ഒരുവിധം ഈ ട്രൈക്കോഡർമ ഒക്കെ ഉണ്ടെങ്കിലും ഈ മൈസീലിയം ഒന്ന് സ്ട്രോങ് ആണെങ്കിൽ കോമ്പറ്റ് ചെയ്ത് അങ്ങ് ട്രൈക്കോഡർമനെ അങ്ങ് ഓവർകം ചെയ്യും. നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. നിങ്ങള് 150 ഗ്രാം വിത്തൊക്കെ ഇടൂലേ? അപ്പൊ നല്ല വിത്തും ഉണ്ട്. അപ്പൊ ഇപ്പൊ 100 ഗ്രാം ഒക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ടാമിനേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്, അത്ര പെർഫെക്ഷൻ അല്ലെങ്കിൽ. 150 ഗ്രാം വിത്തൊക്കെ ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലായിടത്തും ഈക്വൽ ആയിട്ട് സ്പ്രെഡായി പെട്ടെന്ന് മൈസീലിയം റണ്ണായി. പിന്നെ ഒരു ട്രൈക്കോഡർമയുടെ അറ്റാക്ക് വന്നാൽ പോലും അങ്ങനെ അത് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങളിപ്പോ ഒരു കാൽഷ്യം കാർബണേറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതും ഒരു കാരണമാണ്. ഞാൻ പറഞ്ഞില്ലേ, അല്ല കാൽഷ്യം കാർബണേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പെല്ലറ്റിലല്ല, ഞാൻ വെള്ളത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ അളവ് കുറവാണോ എന്ന് എനിക്കൊരു സംശയം. അത് pH 8.5 വരെ വന്നാലും കുഴപ്പമില്ല, 9 വന്നാലും കുഴപ്പമില്ല. ഓ, ശരി ശരി ശരി. അതായത് ആക്ച്വലി നമ്മള് സിപ്സിസൈഗസ് എൽമാരിയസിന്റെ ഒക്കെ ഏറ്റവും കൂടുതൽ സ്പീഡിന് വളരുന്നത്, ഇതിലൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളത് 8 pH ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളർന്നതെന്ന് കണ്ടത്. 8.5-ഉം 9-ഉം ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 8.5-ലും കുഴപ്പമില്ലാതെ ഒരു 7.5 ആ ഒരു റേഞ്ച് കിട്ടും. അപ്പൊ നമ്മൾ 8-ലാണ് മാക്സിമം, 8.5-ലും 9-ലും ഒക്കെ വലിയ തരക്കേടില്ലാത്ത വളർച്ചയുണ്ട്. അപ്പൊ നമ്മൾ ഈ ട്രൈക്കോഡർമയ്ക്ക് 7.5 വരെ സ്ട്രോങ് ആയിട്ട് വളരാൻ പറ്റും. നമ്മൾ കുറച്ച് pH ഒത്തിരി ഉള്ളിലോട്ട് 8.5-ലോട്ടൊക്കെ ആക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമയ്ക്ക് ആ ഒരു റേഞ്ചിൽ അത്ര സ്ട്രോങ് ആയിട്ട് വളരാൻ പറ്റത്തില്ല. പക്ഷേ മൈസീലിയത്തിന് വളരാനും പറ്റും. ശരി. എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു ഫാം തുടങ്ങിയും പോയി.
എനിക്കിപ്പോ കറക്റ്റ് ഞാൻ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുവാണ്. ഞാൻ എന്ത് അല്ല ചെയ്യണം? നിങ്ങളിപ്പോ തൽക്കാലം വേറെ പുതിയ ബാഗ് മേടിയില്ലേ, പെലറ്റ് തന്നെ ലേറ്റസ്റ്റ് പുതിയ ലോട്ട് മേടിയില്ലേ, എന്നിട്ട് അതിൽ ആ ചെയ്. ആ അപ്പൊ അതിൽ വലിയ ഇഷ്യൂ വരത്തില്ല. ഈ പഴയ നിങ്ങളുടെ കയ്യിലുള്ള ലോട്ട് ചിലപ്പോൾ കംപ്ലൈന്റ് ആയതായിരിക്കും. ആ അപ്പൊ ഇനി മേടിക്കുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് പുതിയ ലോട്ട് അയക്കണം, നമുക്ക് കണ്ടാമിനേഷൻ വന്നു, അതുകൊണ്ട് നല്ലത് തന്നെ അയക്കണമെന്ന് പറയാം. സാർ അതുപോലെ ഞാൻ ഇപ്പോ ഞാൻ ഒരു പഴയ കെട്ടിടമാണ്, നല്ല ഒരു 10-50 വർഷം പഴക്കമുള്ള ഒരു ഓടിട്ട കെട്ടിടമാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഈ അതായത് ഈ വിത്ത് ഇടുന്നതോ? വിത്തിടുന്നത് ആ, അത് അപ്പൊ ഞാൻ അവിടെ ഫാനൊക്കെ ഇടുമ്പോ അവിടെ പഴയ ഫംഗസും ട്രൈക്കോഡർമ ഓടൊക്കെ ആകുമ്പോൾ ഈർപ്പമുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ. ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഷെഡ് കെട്ടണമോ? വിത്തിടാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും, അതായത് ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട, പക്ഷെ വിത്തിടാൻ വേണ്ടി ഒത്തിരി അധികം സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള എയർ ഉള്ള ഒരു സ്ഥലമാണ് നല്ലത്. ആ ആ ആ അതായത് ഒരുപാട് എയർ, കാറ്റൊന്നും അടിക്കാത്ത ഒരു സ്ഥലം, ചെറിയൊരു സ്ഥലം മതിയല്ലോ. ഒത്തിരി ചൂടായിരിക്കും. ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ചാലും ഒരു അനക്കം വരും വായുവിന്. നിങ്ങളുടെ ഒരു കംഫർട്ടൊക്കെ നോക്കിയിട്ട് ഒരുപാട് വായുചലനം ഇല്ലാത്ത രീതിയിൽ വേണം വിത്തിടാൻ. എയറിൽ മൊത്തം കണ്ടാമിനൻസ് ഉണ്ട്. നിങ്ങളിപ്പോ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു എയർ കോളത്തിലാണെങ്കിൽ അതിലുള്ള ട്രൈക്കോഡർമയുടെ കോൺസെൻട്രേഷൻ ഫിക്സ്ഡ് ആയിരിക്കും. അതേസമയം സഞ്ചരിച്ചുകൊണ്ട് മീൻസ് ചലിക്കുന്ന എയർ ആണെങ്കിൽ വെളിയിൽ നിന്നൊക്കെ കൂടുതൽ ഇത് സംഭവം മോളിക്യൂൾസ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും ഇതില്. അതാണ് പ്രശ്നം. ട്രൈക്കോഡർമയുടെ ഏകദേശം സ്പോർട്സ് എല്ലാം എയറിൽ യൂണിഫോം ആയിട്ട് ഡിസ്പേഴ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സാർ, അപ്പൊ ഞാൻ പഴയ കെട്ടിടത്തിലോട്ട് പെല്ലറ്റ് ഒന്നും വാങ്ങി ഇത്തിരി നല്ല ഹൈറ്റ് ഉള്ളിടത്ത് വയ്ക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ? ഇല്ല. പെലറ്റില് ആ സമയത്ത് വെള്ളം വീഴാത്തിടത്തോളം കാലം, ഡ്രൈ ആയിട്ടിരിക്കുന്നിടത്തോളം കാലം പ്രശ്നമൊന്നുമില്ല. പിന്നെ പെലറ്റ് ഒരുപാട് മേടിച്ച് സ്റ്റോർ ചെയ്യുന്നതും ചിലപ്പോൾ ഇവരുടെ സീലിംഗിന്റെ പ്രശ്നമുണ്ട്. സീലിംഗ് നമ്മൾ നൂല് കൊണ്ടുള്ള തയ്ക്കൽ മാറിയിട്ട് മറ്റേ പ്ലാസ്റ്റിക് മറ്റേ സീൽ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ കുറച്ചും കൂടി എയർ ടൈറ്റ് ആയിട്ടിരിക്കും. ഇത് നമ്മളിങ്ങനെ സൂചി വെച്ച് പെല്ലറ്റ് 7 പെല്ലറ്റ് 10 പെല്ലറ്റ് ചാക്ക് അങ്ങനെ എടുക്കുന്നുള്ളൂ. എനിക്ക് ഒരു പ്രാവശ്യത്തേക്ക് ചെയ്യാനായിട്ടുള്ള അത് മതി, അത് കുഴപ്പമില്ല. അതിൽ അങ്ങനെ വരേണ്ടതാണ്. പക്ഷെ ഈ വരുന്ന ലോട്ട് ഇവരെ പുതിയ ലോട്ടാണോ അതോ വെച്ച് പഴകിയതാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഒരുപാട് അടിക്കുന്നില്ല, ആഴ്ചയിൽ ഒന്നേ അടിക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, ആഴ്ചയിൽ ഒരു ദിവസമേ അടിക്കുന്നുള്ളൂ, ഒരുപാട് പഴകിയതല്ല അവരയക്കുന്നതെന്ന് പറയുന്നു. അത് സാറേ നമ്മള് ഇത് ഫാൻ ഇട്ടത് ഒരു കണ്ടാമിനേഷൻ വരുത്തുന്ന ഒരു സംഭവമാണ് ഫാൻ ഒരിക്കലും നല്ലതല്ല. ആക്ച്വലി നിങ്ങൾക്ക് ലാമിനാർ എയർ ചേമ്പറിൽ വെച്ച് ഇടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്ത സമയത്ത് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഞാൻ സാറിന്റെ ഒരു റൂം കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് മേളിലോട്ട് പച്ച നെറ്റ് കെട്ടിയത്. അപ്പൊ അങ്ങനെ ഒരു ഷെഡ് ഞാൻ തയ്യാറാക്കി എടുക്കട്ടെ? മതി. എന്റെ ഒരു സജഷനിൽ ഈ പച്ചനെറ്റ് നമുക്ക് അധികം ഫാനൊന്നും ഇടാതെ അധികം ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഗ്രീൻ നെറ്റ് കെട്ടിയത്. അപ്പൊ അധികം ഒരു വലിയ ചൂടെടുക്കത്തില്ല. നമുക്ക് എന്തായാലും ബാഗ് ചെയ്യുന്ന സമയം നമുക്ക് ഒരു ആക്ടിവിറ്റി ആണല്ലോ. അപ്പൊ നമ്മൾ ഏത് സമയത്തെന്ന് പറഞ്ഞാൽ വിത്ത് ഇടുന്ന സമയം ഒഴിച്ച് നിങ്ങൾക്ക് ഫാനൊക്കെ ഇടാം. അതായത് വെളിയിൽ വെച്ച് പൊടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഫാൻ ഇടാം. വിത്ത് പൊടിക്കുന്നതിന് സമയത്തും ഫാൻ ഇടാം. പക്ഷെ അത് ഓപ്പൺ ചെയ്യുന്ന സമയം, അതിനോട്ട് ഇടുന്ന സമയം ഉണ്ടല്ലോ, അത് മാക്സിമം ടൈം കുറയ്ക്കാൻ നോക്കണം. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടില്ലേ, നിങ്ങൾ ഇപ്പൊ സാധനം ഇനി ഇത് തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിത്ത് ഇടുക, പെട്ടെന്ന് അത് താഴോട്ടാക്കുക, പെട്ടെന്ന് റബ്ബർ ബാൻഡ് ഇടുക എന്നാണ് ഞാൻ പറയുന്നത് എല്ലാപ്പോഴും. സാർ, അപ്പൊ മൈക്രോപോപ്പ് ടേപ്പ് എനിക്ക് അത് തന്നെ ആവശ്യം. എനിക്ക് ശരിക്കും ഞാൻ ചെയ്യുന്ന എനിക്കൊരു ട്രെയിനിങ് വേണം. മൈക്രോപോർ ടേപ്പോ മുകളിലോട്ടിരിക്കുന്നോ? അത് മാറ്റിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഹോൾ ഇടണം സാർ ചെയ്തതുപോലെ അല്ലേ? അത് നിങ്ങൾ ചെയ്ത് നോക്ക്, ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അത് ചെയ്ത് നോക്ക്. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ മുകളിൽ ആ ടേപ്പ് ഒട്ടിക്കുന്ന ഒത്തിരി ടഫ് പണിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ട് വെക്കാൻ വേണ്ടി ഒരു ഡാർക്ക് റൂം ഇല്ല എന്നെ സംബന്ധിച്ച്. എനിക്കും ഡാർക്ക് റൂം ഇല്ല. ഞാനൊരു 500 സ്ക്വയർ ഫീറ്റ്, ഒരു 450 സ്ക്വയർ ഫീറ്റില് ഒരു വലിയ ഷെഡ് ചെയ്തിട്ട് നടുക്കൂടെ പാർട്ടീഷൻ വെച്ച് 2ആയിട്ട് തിരിച്ചിട്ടാണ് ഞാൻ ഈ കൂണിന്റെ ഷെഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മുകളിൽ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കൊണ്ട് വെക്കാൻ വേണ്ടി ഒരു ടേബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡോ വേണ്ടി വരും. നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി ഉറി തൂക്കിയിടാൻ പറ്റത്തില്ല. പക്ഷെ റബ്ബർ ബാൻഡ് ഒട്ടിച്ചാണെങ്കിൽ കൊണ്ടുവന്ന് ഉറിയിൽ തൂക്കിയിടാം.
ഉം, ഉം, ഉം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ മുകളിൽ ടേപ്പ് ഒട്ടിച്ചതിൽ പിന്നെ ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. ഇത് 15 ദിവസം കഴിയുമ്പോൾ ഊരിയിട്ട് പിന്നെ ഇത് കട്ട് ചെയ്ത് വീണ്ടും റബ്ബർ ബാൻഡ് ഇട്ട് പിന്നെ കട്ടൊക്കെ ഇട്ട് കൊടുക്കണം. ആ ഇതാകുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ കട്ടൊക്കെ ഇട്ട് ടേപ്പ് ഒട്ടിച്ച് പോകുന്നോണ്ട് പിന്നെ നമ്മൾ 15-ാം ദിവസം വീണ്ടും പോയി കട്ടിടുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. അതങ്ങ് ആ ഒരു പണി ആ സമയത്ത് അങ്ങ് തീരും. ഉം, ഉം. അതാണ് അതിന്റെ ഒരു ഇത്. മറ്റേത് നിങ്ങൾ പിന്നെ മുകളിൽ ടേപ്പ് ഒട്ടിക്കുന്നത് എനിക്കത്ര ഒരു ഈസി ആയിട്ട് തോന്നില്ല. കാരണം ഞാൻ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ടാണ് ഓട്ടോക്ലേവിൽ വെക്കുന്നത്. അപ്പൊ അതിന്റെ മുകൾ ഭാഗം ചുളുങ്ങിയാണ് ഇരിക്കുന്നത്. ആ ആ അപ്പൊ പിന്നെ പിടിച്ച് ആ ഒരു ലെവലിൽ വെച്ചിട്ട് ആ ഒരു സാർ, സാറിന്റെ കയ്യിൽ ഇരിക്കുന്ന ഓട്ടോക്ലേവ് എത്ര ലിറ്ററിൻ്റെതാ? അത് 175 ലിറ്ററിന്റെ. ശരി ശരി. അപ്പോൾ എത്ര നമുക്ക് പാക്കറ്റ് വെക്കാൻ പറ്റും? ഇതായത് ചെറിയ നമ്മൾ 1 കിലോയുടെ ഒക്കെ ആണെങ്കിൽ ഒരു 27-30 എണ്ണം വെക്കാൻ പറ്റും. ഓ ശരി ശരി. അത് എത്ര രൂപയാ? അത് ഗ്യാസിൻ്റെതാണോ? അല്ല, ഇത് ഇലക്ട്രിക് ആണ്. ഇലക്ട്രിക്കലാണ്. അപ്പോൾ ഏതാണ് നല്ലത്? ഗ്യാസിൻ്റെതാണ് നല്ലതെന്ന് പറയുന്നു അഗ്രികൾച്ചർ കോളേജിൽ നിന്ന്. ഗ്യാസിൻ്റെതാണ് നല്ലതെന്ന് പറഞ്ഞോ? ആ, അഗ്രികൾച്ചർ കോളേജിൽ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഗ്യാസ് നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും? കൊമേഴ്സ്യൽ ഗ്രേഡിൽ ഗ്യാസിൽ കിട്ടും, അഗ്രികൾച്ചറിന് വേറെ കിട്ടോ? ഇല്ല ഇല്ല, കിട്ടില്ല. അപ്പൊ പിന്നെ ഒരു സിലിണ്ടറിന് എത്ര രൂപയാണ് കൊമേഴ്സ്യലിന്റെ റേറ്റ്? കൊമേഴ്സ്യൽ അറിയില്ല. ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കുന്നതിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അത് എത്ര സിലിണ്ടർ വേണ്ടി വരും? അല്ല, അത് നിങ്ങൾ നോക്കിയിട്ടില്ലല്ലോ അല്ലേ? നോക്കിയിട്ടില്ല, അറിയില്ലല്ലോ. ഓട്ടോക്ലേവ് ഇല്ല എൻ്റെ കയ്യിൽ. എന്തായിരുന്നാലും ഇതില് നമ്മൾ കറണ്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോ ഞാൻ 18 ബാഗ് ചെയ്യുമ്പോൾ എനിക്ക് 7 യൂണിറ്റ് കറണ്ടാണ് ആവുന്നത്. അത് നമുക്കില്ല LT5B എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ കറണ്ട് ഉണ്ടല്ലോ. അതെ, അഗ്രികൾച്ചർ അല്ല, മഷ്റൂം കൾച്ചറിന്റെ കറണ്ട്. അതിൽ 3.3 രൂപയാണ് ഇപ്പൊ. 7-3 21 7-3 21 2.3 24 രൂപ അടുപ്പിച്ചാവും. ഓ ശരി ശരി. 24 രൂപ സംതിങ്, 25 രൂപ കൂട്ടിക്കോ. അതാണ് ആ സ്റ്റെറിലൈസേഷന് വേണ്ടിയുള്ള നമ്മുടെ ചെലവ്. അപ്പൊ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഗ്യാസ് ആവുമ്പോഴത്തേക്ക് എക്സ്പ്ലോസീവ് ആണ് ഒന്നാമത്തത്. പിന്നെ ഗ്യാസ് ഫിറ്റ് ചെയ്യണം, ഊരണം, കുത്തണം, കൊണ്ടുവരണം, അതൊക്കെ ഒരു തലവേദനയാണ്. പിന്നെ നമ്മളിപ്പോ 25 ബാഗ് എന്ന് പറഞ്ഞാൽ 18 ബാഗിൽ 25 രൂപ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബാഗിന് 1 രൂപ അടുപ്പിച്ചേ വരുന്നുള്ളൂ. അപ്പൊ അതൊരു അങ്ങനെ ആയിട്ട് കൂട്ടുന്നില്ല. പിന്നെ മറ്റേതിന് സബ്സിഡിയും ഇല്ലല്ലോ. LPGയുടെ വിലയും നമുക്ക് അറിയത്തില്ല. അത് പിന്നെ അതുകൊണ്ടൊന്ന് എടുത്തോണ്ട് വന്ന് വെക്കണം, കുത്തണം. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. മറ്റേത് നമ്മുടെ കയ്യിലാണ് സിലിണ്ടർ. പിന്നെ LPG ആവുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആയിരിക്കത്തില്ല. നമ്മൾ കുറച്ചും കൂടി ഇൻവോൾവ് ആയിരിക്കണം ആ ഒരു ആക്ടിവിറ്റിയിൽ. ഇതാകുമ്പോ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ആവും, ഓഫ് ആവും. LPG അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനും പറ്റത്തില്ല. LPG വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ബോയിലർ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ട് അടുത്തൊരു ഇതില് ബാഗ് വെക്കും. അപ്പൊ ഈ സ്റ്റീം വന്നിട്ട് മറ്റേത് സെറ്റ് ആക്കുന്ന ഒരു രീതിയാണ്. ഓ അത് ശരി. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവര് നല്ലതെന്ന് പറഞ്ഞതെന്ന് ആരാണ് പറഞ്ഞത്? നമ്മുടെ അഗ്രികൾച്ചർ കോളേജിലെ ഹീര മാഡം ആണ് പറഞ്ഞത്. കറണ്ടിനെക്കാളും എന്താണ് അതിനുള്ള റീസൺ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞില്ല. കറണ്ടിൽ നമ്മൾ എത്രയോ ടൈം കൂടുതൽ ഇടണം, ഗ്യാസിലാണെങ്കിൽ കുറച്ചിട്ടാ മതി എന്ന് പറഞ്ഞു. ടൈം കൂടുതൽ ഇടണോന്നോ? നമ്മളെ ടൈമോ ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണല്ലോ നോക്കുന്നത്. എക്സ്പെൻസും കൺവീനിയൻസും ആണ് നോക്കേണ്ടത്. ഈ LPG സിലിണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒരു അധ്വാനം എന്ന് പറഞ്ഞാൽ എത്ര LPG സിലിണ്ടർ തീർന്നോ 2 സിലിണ്ടറെങ്കിലും വേണ്ടി വരൂലേ? പിന്നെ കൊമേഴ്സ്യലാണ് കിട്ടുന്നത്. ഇങ്ങനെ അഗ്രികൾച്ചറിന് LPG ഒന്നും അങ്ങനെ കിട്ടത്തില്ല. LT5B കിട്ടില്ല. അപ്പൊ കൊമേഴ്സ്യൽ എടുക്കേണ്ടി വരും. അതിന് എക്സ്പെൻസ് കൂടുതലാണ്. പിന്നെ LPG അത്ര ലാഭമാണോ എനിക്കറിയത്തില്ല. അറിയത്തില്ല സാർ. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ചോദിക്കാനായിട്ട് ഒരാളില്ല, അതുകൊണ്ടാണ് സാറിന്റെ അടുത്ത് ചോദിച്ചത്. സാർ അതുപോലെ നമ്മൾ LPGയിൽ അങ്ങനെ ആരും കൊമേഴ്സ്യൽ ആയിട്ട് ചെയ്യുന്നവരെല്ലാം ഇലക്ട്രിക്കൽ ആണല്ലോ ചെയ്യുന്നത്.
ചെയ്യുന്ന ഈ ശരി അല്ലാതെ LPGക്ക് പകരം മറ്റേ വിറകൊക്കെ വെച്ച് ചെയ്യുന്നവരുണ്ട്. വലിയ മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ അവര് വലിയ ഇതിൽ വെച്ച് ചെയ്യുന്നുണ്ട്. മറ്റേ വിറകൊക്കെ വെച്ചിട്ട് എയർ ബ്ലോവർ ഒക്കെ വെച്ചിട്ട് ആഹാ തീ തനിയെ കത്തിക്കോളും. ഇങ്ങനെ ഊതുകയും ഓ അത് പിടിക്കുകയൊന്നും വേണ്ട. ശരി കറക്റ്റ് കട്ട ഇട്ട് കൊടുത്താൽ മതി. ആ ആ ആ അതിനാകുമ്പോൾ ഫാസ്റ്റ് ആയിരിക്കും. ഓ ഇപ്പൊ ശരി LPGയിലും ശരി വരുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ആ തീയുടെ. ആ ആ മറ്റേ ആ വിറകിൽ ഇങ്ങനെ കാറ്റടിച്ച് കത്തിക്കുന്നതിന് നല്ല ഹീറ്റാണ് വരുന്നത്. ഓ പെട്ടെന്ന് ശരി ബോയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എയർ ഫ്ലോ കുറച്ച് വെച്ചാൽ മതിയല്ലോ. ആ ആ ആ അങ്ങനത്തെ ടൈപ്പ് ഈ വുഡ് ഇത് വെച്ച് കത്തുന്ന ടൈപ്പ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആ ആ അതിന്റെ നമ്മുടെ അതിന്റെ പുകയും അതിന്റെ കാർബൺ പൊടിയും അവിടെ ഒരു സാർ ഒരു അൺഹൈജീനിക് സിറ്റുവേഷൻ ആയിരിക്കും. ആ അതാണ് ഉം. സാർ. അതുപോലെ ഓട്ടോ ഡ്രൈവർ ഇപ്പോ 110 ലിറ്റർ അല്ലാതെ അതിൽ കുറഞ്ഞതില്ലേ? ഉണ്ട്. നിങ്ങൾക്ക് ഏത് സൈസ് വേണോ അത് എല്ലാം ഉണ്ട്. ഞാൻ മേടിച്ചത് 175 ആ നിങ്ങൾക്ക് ഏത് സൈസ് വേണോ അത് മേടിക്കാം. ഒരുപാട് സൈസ് സാർ അത് ഇതാണ്. എവിടുന്നാ സാർ വാങ്ങുന്നേ? അതിപ്പോ നിങ്ങൾ ഇന്ത്യ മാർട്ടിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് നിയറസ്റ്റ് ഏത് കോട്ടാണോ നോക്കിയിട്ട് ആ ആ മേടിച്ചാൽ മതി. നമുക്ക് ഏത് സൈസാണോ വേണ്ടത്. ശരി ശരി ശരി. ആ ഇനി അടുത്തൊരു സംശയം സാർ. അപ്പം നമ്മൾ ഈ പെല്ലറ്റ് ഇത് ഇട്ട് കൾട്ടിവേഷൻ റൂമിൽ തന്നെ കൊണ്ടിടുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ സാർ? അത് കൾട്ടിവേഷൻ റൂമിൽ കൊണ്ടിടുന്നത് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ആക്ച്വലി ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അതിന്. അതായത് നമ്മൾ കൾട്ടിവേഷൻ റൂമിൽ ലൈറ്റ് ഇടാറില്ല. ആ അതിനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരുപാട് ഇൻസെക്ട്സുകളും പിന്നെ ഈ ട്രൈക്കോഡർമ പോലുള്ള സാധനത്തിന്റെ സ്പോർ റിലേഷനും ഒക്കെ ലൈറ്റ് കാരണമാവും. ഉം, ഉം, അപ്പോൾ കൂണ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. ഉം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് വൈറ്റ് ആയിട്ട് വരും. പക്ഷേ അതിന് കൂണിന്റെ ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ വെയിറ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസമൊന്നും വരുന്നില്ല ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞ്. ഉം. പിന്നെ ഭയങ്കര തൂവെള്ളയായിട്ട് ഇരുന്നെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ തൂവെള്ളയായിട്ട് ഇരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു സെല്ലിങ്ങിൽ നമ്മളൊരു ഓഫ് വൈറ്റ് കളറാണ് ആൾറെഡി സെല്ല് ചെയ്ത് പോയേക്കുന്നത്. ഉം, പിന്നെ ഇത് ഉം. നല്ല തൂവെള്ള പോലെ ഇരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും അങ്ങനെയില്ല. നമുക്ക് ആൾറെഡി നമ്മുടെ ഒരു ഓഫ് വൈറ്റ് കളറ് നമ്മൾ മാർക്കറ്റ് ചെയ്ത് അത് ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് പരിചിതമായിട്ടുള്ളൊരു നിറമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വൈറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ലൈറ്റ് യൂസ് ചെയ്യാറില്ല. ലൈറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അഡ്വാൻറ്റേജിനേക്കാൾ ഡിസ്അഡ്വാൻറ്റേജ് ആണ് നോട്ട് ചെയ്തത്. ഇപ്പം ഞാൻ ആഹാ. പറഞ്ഞത് ഡാർക്ക് റൂമിൻ്റെ ഒരു കേസ്. നമ്മൾ ലൈറ്റ് ഇടാത്തൊരു റൂമിലാണ് ബാഗ് കൊണ്ട് തൂക്കുന്നത്. ആ അപ്പോൾ അതുകൊണ്ട് അതൊരു ഡാർക്ക് റൂം പോലെ തന്നെ ഫങ്ഷൻ ചെയ്തോളും. ശരി. പിന്നെ ആ വേറൊരു നമ്മളെന്താ ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കണ്ടാമിനേഷൻസ് ഫ്രൂട്ടിംഗ് റൂമിൽ ഒരുപാട് കണ്ടാമിനേഷൻസ് കാരണം മൈസീലിയം ഒക്കെ വീക്ക് ആയിട്ടുള്ള ബാഗ്സ് അകത്ത് കാണും. ഉം. അപ്പോൾ അതിൽ കുറേ പഴകിയ ബാഗ് ആകുമ്പോഴത്തേക്ക് അതിൽ പ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പോൾ അതിലൊക്കെ ട്രൈക്കോഡർമ കാണും, വേറെ കണ്ടാമിനേഷൻസ് ഒക്കെ കാണും. ഇല്ല അപ്പോൾ ഇപ്പോ ഇത് എനിക്ക് 2 റൂമായിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു റൂമിൽ വെച്ചിട്ട് അടുത്ത റൂം 15 ദിവസം കഴിഞ്ഞ് അടുത്ത റൂമിലോട്ടാണ് എടുത്തു വെക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ? അതാണ് നല്ലത്. കാരണം 15 ദിവസമായിട്ട് നിങ്ങൾക്ക് നല്ല വേറെ കണ്ടാമിനേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെക്കാമല്ലോ. ഉം, ഉം, ഉം. നമുക്കൊക്കെ നമ്മുടെ ഷെഡിനകത്തൊക്കെ ചിലപ്പോൾ കണ്ടാമിനൻസ് ഉള്ളതൊക്കെ നമ്മൾ ഉറിയിൽ ഇടുമ്പോഴത്തേക്ക് ആ അപ്പോൾ ചില കണ്ടാമിനേഷൻസ് ഉള്ള ബാഗ് അകത്ത് ഇരിക്കും. സാർ ഇപ്പം ഞാൻ ട്രൈക്കോഡർമ വന്ന് ആ ഫാം മൊത്തം ഒരു 20 ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുവാണ്. അത്രയും അതിൽ അങ്ങനെ 2 പ്രാവശ്യം അടച്ചൊന്നും ഇട്ടെന്ന് പറഞ്ഞൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ല ട്രൈക്കോഡർമ ഞാൻ അല്ല 20 ദിവസത്തിന്റെ ഇടയിൽ 2 പ്രാവശ്യം ഞാൻ ഫോർമാലിനും പൊട്ടാസ്യം പെർമാംഗനേറ്റും ഇട്ട് ഫ്യൂമിഗേഷൻ 2 പ്രാവശ്യം ചെയ്തു. നന്നായിട്ട് പുക കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇനി ഞാൻ ഒരു പ്രാവശ്യവും കൂടെ നന്നായിട്ടൊന്ന് ഫ്യൂമിഗേഷൻ കൊടുത്ത് പുക കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി അതിൽ കുഴപ്പമില്ലല്ലോ സാർ? എനിക്ക് നിങ്ങൾ അതുപോലെ അപ്പോൾ ആ ഫ്രൂട്ടിംഗ് റൂമിൽ വെക്കുമ്പോഴത്തേക്ക് കണ്ടാമിനേഷൻസ് ഇല്ലാത്ത ബാഗുകൾ മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടാമിനേഷൻസ് ഇല്ലാന്ന് തോന്നുമ്പോൾ എടുത്ത് വെച്ചാൽ മതി. ശരി 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 പിന്നെ സാർ. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീടും ഫാമും തമ്മിലൊരു 4 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലൊരു റൂം സെറ്റ് ചെയ്ത് ആ റൂം കടക്കാതെ വെച്ച് 15 ദിവസം കഴിഞ്ഞ് അവിടെ കൊണ്ടുവയ്ക്കുന്നതിൽ അതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് കണ്ടാമിനേഷൻസിനെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം എന്തെങ്കിലും കണ്ടാമിനേഷൻസ് ഉണ്ടെങ്കിൽ ഫ്രൂട്ടിംഗ് റൂം ഭാഗത്തോട്ട് വരുന്നില്ലല്ലോ. ആണ്. പിന്നെ ഈ കണ്ടാമിനേഷൻസ് ഉള്ള ബാഗുകൾ നമ്മൾ
ദൂരോട്ട് മാറ്റാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ സാറേ സിക്ക് ഞാൻ റൂം ഒരിക്കലും ഈ നിങ്ങൾ ബാഗ് കെട്ടുന്ന ഭാഗത്തോ, അതായത് ഈ 15 ദിവസം വെക്കുന്ന സ്ഥലം വളരെ കെയർഫുൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. സിക്ക് റൂം കുറച്ച് മാറിയിട്ടാണ്, ഏകദേശം ഒരു 500 മീറ്റർ മാറിയിട്ടാണ് എൻ്റെ ഓക്കെ, സിക്ക് വെരി റൂം ഗുഡ്, വെരി ഉള്ളത്. ഗുഡ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാനത് കണ്ടാമിനേഷൻ കണ്ട ഉടനെ ആ ബെഡ് ഞാൻ എടുത്ത് നമ്മുടെ തന്നെ വയലുണ്ട്, അപ്പോൾ ഞാനത് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള വയലിലോട്ട് കൊണ്ടങ്ങ് തട്ടും. ആ ആ അപ്പോൾ അത്രയും ഒക്കെ കെയർ ചെയ്യുന്നുണ്ട് ഞാൻ. നിങ്ങൾ ഇപ്പോൾ കൂൺ ഉൽപാദനം തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ 1 വർഷമായുള്ളൂ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ എത്ര കിലോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു? എനിക്ക് ആദ്യ സമയത്ത് 7 കിലോയോളം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാവുമായിരുന്നു. നല്ല ഓർഡറും ഉണ്ടായിരുന്നു. ഞാൻ നല്ല ഓർഡർ പിടിച്ചതാണ്. നമ്മള് ഒരു ട്രാവൻകൂർ അഗ്രി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസർ കമ്പനിയുമായിട്ട് ടൈപ്പിലാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ അവർ ഒത്തിരി ഓർഡർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഓർഡർ ഒന്നും കൊടുക്കാൻ പറ്റാണ്ടിരിക്കുന്നു. സാറേ എനിക്ക് അതുപോലെ ഇനി അടുത്തൊരു ട്രെയിനിങ് വേണം. അതായത് റബ്ബറിന്റെ അറക്കപ്പൊടിയിൽ ഇത് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് വേണം. റബ്ബറിന്റെ അറക്കപ്പൊടിയിൽ ഞാനിതുവരെയായിട്ട് എനിക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. റബ്ബറിന്റെ അറക്കപ്പൊടിയിൽ ഞാനിപ്പോൾ കുറച്ച് അതിന്റെ ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ തന്നെ റബ്ബറിന്റെ അറക്കപ്പൊടി ഇതേപോലെ നമ്മുടെ ഇപ്പൊ ബ്ലാങ്കറ്റ് സാറ് ചെയ്യുന്ന മാധ്യമം ഞാൻ പെലറ്റ്സിലാണ് കൂടുതലും. ഫുള്ള് ചെയ്തത് പെലറ്റ്സിലാണ്. ഞാൻ അറക്കപ്പൊടിയിലൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം അറക്കപ്പൊടിയിൽ എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് കൂടുതലാണ്. നമുക്ക് അറക്കപ്പൊടി സ്റ്റോർ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ആണ്. അതായത് അറക്കപ്പൊടി ഡ്രൈ അല്ല. എത്ര ഡ്രൈ ആക്കാൻ നോക്കിയാലും ഡ്രൈ ആവത്തില്ല. ആ ഡ്രൈ ആക്കണമെങ്കിൽ നമ്മൾ അതിന് മാത്രം അധ്വാനം വേണ്ടി വരും. പെല്ലറ്റ്സ് ആകുമ്പോൾ ഡ്രൈ ആയി കിട്ടും. പിന്നെ അറക്കപ്പൊടിയിൽ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പെലറ്റ്സിലാകുമ്പോഴത്തേക്ക് ഒന്ന് ഹീറ്റ് ചെയ്ത് ഉള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിലുള്ള കുറച്ച് സംഭവങ്ങൾ, അതായത് ഈ മഷ്റൂം കഴിക്കുന്ന ലിഗ്നിനൊക്കെ കുറച്ച് കണ്ടന്റൊക്കെ ഡീനാച്ചുറഡ് ആയി പോകും 400 ഡിഗ്രി ചൂടാക്കുമ്പോൾ. അപ്പം അതിനുള്ള ന്യൂട്രീഷൻസിന്റെ വാല്യൂ കുറവാണ്. അറക്കപ്പൊടിയിലാകുമ്പോൾ ലിഗ്നിനും സെല്ലുലോസും ഒക്കെ പക്കായിട്ട് കാണും. അപ്പൊ അത് ഈൽഡ് കൂടുതൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോറേജ് ആണ്. ഇതിനെ ഡ്രൈ ആയിട്ട് മീൻസ് ഇത് ഒരുപാട് ഇൻഫെക്ഷൻസ് ഇതിൽ ഈർപ്പം ഉള്ളതുകൊണ്ട് പച്ച അറക്കപ്പൊടി ആയതുകൊണ്ട് നമുക്കിത് ഡ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെ ആ ഡ്രൈ ചെയ്യുന്ന സംഭവം ഒന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിടുമ്പോഴത്തേക്ക് അതിൽ ഒരു ഈർപ്പം കാണും. അപ്പൊ ആ ഈർപ്പത്തിൽ വേറെ കളർ ഫംഗസുകൾ അതിൽ വളരും. പിന്നെ ഇത് ഉണക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള വർക്കാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. നല്ല ഏറ്റവും അധ്വാനം അതിനു വേണ്ടി വരും. അപ്പൊ ആ ഒരു അധ്വാനം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പെലറ്റ്സ് ആണ് നല്ലത്. പിന്നെ പെലറ്റ്സ് ഫോറിനേഴ്സ് എല്ലാം പെലറ്റ്സിലാണ് ചെയ്യുന്നത്. ഒരു ഓട്ടോക്ലേവ് ചെയ്താണ് എടുക്കുന്നത് പെലറ്റ്സ് എല്ലാം. അമേരിക്കൻസ്. ഈ ചൈനീസ് ആണെങ്കിൽ അറക്കപ്പൊടി എടുത്തിട്ട് സ്റ്റെറിലൈസ് ചെയ്തെടുക്കും. അറക്കപ്പൊടി അവർക്ക് മെഷീൻസ് ആണ്. അവര് മരം തന്നെ എടുത്തിട്ട് മീൻസ് ഓക്വുഡൊക്കെ ആയിരിക്കും. അത് ഒരു മരം ഓക്വുഡ് പൊടിക്കുന്നതായിട്ട് മരം കാണും. പൊടിച്ചിട്ട് പെലറ്റ്സ് വരും. അത് മെഷീൻ അവരുടെ ഫുള്ള് ഫാക്ടറി സെറ്റപ്പാണ് ചൈനീസുകാർ. അപ്പൊ അവർക്ക് ആ ഫ്രഷ് അറക്കപ്പൊടി തന്നെ പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കും. നമ്മളിപ്പോ അറക്കപ്പൊടി ഒരു മില്ലിൽ നിന്ന് കൊണ്ടുവരുന്ന കണക്കല്ല. അവർക്ക് ഒരു മരം തന്നെ സ്വാഭാവികം ഒന്ന് കൂടിയാൽ ഞാൻ ചിലപ്പോൾ വിത്തിന്റെ അളവൊക്കെ കുറയ്ക്കും. ഞാൻ 100 ഗ്രാം വിത്തിലൊക്കെ ചെയ്യാൻ നോക്കും. സാർ അതുപോലെ വിത്ത് കിട്ടുമോ സാർ? വിത്ത് ഞാൻ മേടിക്കുന്നത് ജഷീറിൻ്റെതാണ്. മഷ്റൂം ഓയിസ്റ്റ്, മറ്റേ മഷ്റൂം മാൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള അവരുടെ 300 ഗ്രാമിന്റെ പാക്കറ്റ് ആണ് അല്ലേ? അവരൊത്തി കൂടെ കാണും. 300 330 ഒക്കെ കാണും ചിലപ്പോൾ. സാർ അതുപോലെ എന്തെന്ന് വെച്ചാൽ എനിക്കുള്ള ഒരു വിത്ത് വാങ്ങുമ്പോൾ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിത്ത് എനിക്ക് ഇവിടെ കിട്ടുമ്പോഴും നല്ല മൈസീലിയം പടർന്ന് അതെനിക്ക് പൊടിച്ചെടുക്കാൻ കൈയുടെ ആവശ്യം വേണ്ടി വരുന്നു. എന്തിന്റെ ആവശ്യം വേണ്ടി വരുന്നു? കൈ കൊണ്ട് പൊടിച്ചെടുക്കേണ്ടി വരുന്നു. അതപ്പോ അത് പഴകിയ വിത്താണോ നിങ്ങൾക്ക് കിട്ടുന്നത്? അതെ, ഓൾഡ് സ്റ്റോക്ക് വിത്താണ് തരുന്നത്. അപ്പൊ അത് നമ്മള് ഒരു വിത്തിന് വേണ്ടി നിങ്ങൾ എവിടെ എന്തെങ്കിലും ഒരാളെ കണ്ടെത്തണം, റെഗുലർ ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റിയേ. എനിക്ക് അടുത്തുനിന്ന് നല്ല വിത്ത് കിട്ടിയാല് അതാണ് നമ്മളിപ്പോ വിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കോഴിക്കോട് മറ്റേ ജോയൽ എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് അവരൊക്കെ വിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ വിത്ത് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്ത് സെല് ചെയ്യുന്നത്. ശരി. അങ്ങനെയുള്ള ഒരുപാട് ടീംസ് ഉണ്ട്. അപ്പൊ അവരെ നിന്നൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. പക്ഷെ ഇതൊരു റെഗുലർ സപ്ലൈ ആവുമ്പോൾ മാത്രമേ അവര്
എന്റർടൈൻ ചെയ്യുള്ളൂ. ചെറിയ ഒന്നോ രണ്ടോ അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരില്ലെന്നേ പറയുള്ളൂ. എനിക്കാണെങ്കിലേ അതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100-150 ബാഗോളം വാങ്ങും ഒരു പ്രാവശ്യം. അപ്പോ ഈ 150 എണ്ണവും കൊണ്ടുവന്ന് നിങ്ങള് സീഡ് 150 ഒരുമിച്ച് മേടിക്കോ? അതാണ് വിത്ത് ഹാർഡായി പോകുന്നത്. അതാണ് വിത്ത് ഒരാഴ്ചത്തേക്കുള്ളത് മേടിക്കാവൂ. അത് ശരി. നിങ്ങളെ ഒരാഴ്ച എത്ര ബെഡ് കിട്ടും? ഒരാഴ്ച ഞാൻ ദിവസം 30 ബെഡ് കിട്ടും. അപ്പൊ 15. ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം മേടിച്ചാൽ 15 × 7 എണ്ണം. പക്ഷെ എനിക്ക് ചില ദിവസം വിഷയം വരുന്നത് എനിക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് 5 കൂട്ടിയാൽ മതി. 15 × 5 കൂട്ടിയാൽ മതി. 15 × 75 അല്ലേ? 75 വിത്ത് മേടിച്ചാൽ മതി. 15 അല്ല, 75ന്റെ പകുതി മതിയല്ലോ. 75ന്റെ പകുതി 40 വിത്ത് മേടിച്ചാൽ മതി. 40 വിത്ത് വീതം വാങ്ങിയാൽ മതി അല്ലേ സാർ? ശരി. ഒരുപാട് വിത്ത് മേടിച്ച് വെക്കുന്നോണ്ടാണ് അത് ഹാർഡായി പോകുന്നത്. എനിക്ക് പിന്നെ കുറെ പകുതിയോളം എനിക്ക് ചീത്തായി പോവും. വേറൊന്നുമില്ലല്ലോ? വേറൊന്നുമില്ല സാർ. താങ്ക് യു. ഓക്കെ.